പ്രിയമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം മറ്റൊരു സ്വിച്ച് വേർഡ് ആണ്. ജീവിതത്തിൽ തീർച്ചയായും ഫലം ചെയ്യുന്ന ശക്തമായ മാന്ത്രിക വാക്കുകൾ തന്നെയാണ്. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ സഹായിക്കുന്ന ഒരു സ്വിച്ച് വേർഡാണ് ഇന്നത്തെ വിഷയം. എന്തൊക്കെ ചെയ്തിട്ടും ജീവിതം പച്ചപിടിക്കുന്നില്ലെന്നും മലയാളികളായ നമ്മൾ മിക്കപ്പോഴും പറയാറുണ്ട്. കോറൽ സൺറൈസ് ടുഗെദർ എലേറ്റ്. ഈ സ്വിച്ച് വേർഡ് ദിനവും 51 തവണ ആവർത്തിച്ച് 21 ദിവസം ജപിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത ഉയർച്ച നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞതായി മനസ്സിൽ കണ്ടുകൊണ്ട് ശക്തമായി ജപിച്ചോളൂ. മറ്റുള്ളവരെ പോലെ നിങ്ങൾക്കും അവസരങ്ങളും ഭാഗ്യവും വന്നു ചേരും. ഈ സ്വിച്ച് വേർഡിന്റെ നേട്ടങ്ങൾ ഒരു പുതിയ ദിവ്യ ജീവിതം സൃഷ്ടിക്കാനും പുതിയ തുടക്കം ആകർഷിക്കാനും സഹായിക്കുന്നു. ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിൽ ഉയരത്തിൽ പറക്കാനും മുന്നോട്ട് പോകാനും സഹായിക്കുന്നു. ഒരു ടീമിനെയോ കുടുംബത്തെയോ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ശക്തി വീണ്ടെടുക്കാൻ ഉപയോഗിക്കുന്നു. സ്തംഭിച്ചുപോയ ഒരു പ്രോജക്റ്റ് പുനരാരംഭിക്കാൻ സഹായിക്കുന്നു. ബിസിനസ്സിലെ തടസ്സങ്ങൾ മറികടക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സഹായകമാണ്. പെട്ടെന്ന് ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നവർക്ക് ഈ സ്വിച്ച് വേർഡ് ഉപകാരപ്പെടും. അതുപോലെ ജീവിതം പ്രതിസന്ധികളിൽ കൂടി കടന്നുപോകുന്നവർ, എല്ലാ നഷ്ടങ്ങളും മറന്ന് പുതിയ നേട്ടങ്ങൾക്കുവേണ്ടി ആഗ്രഹിക്കുന്നവർക്കും ഈ സ്വിച്ച് പദങ്ങൾ പ്രയോജനകരമാണ്. കഴിഞ്ഞതു കഴിഞ്ഞു, അതിനെപ്പറ്റി ചിന്തിച്ചാൽ പ്രയോജനം കിട്ടില്ലെങ്കിൽ ഒരു പുതിയ ലക്ഷ്യത്തിനു വേണ്ടി, പുതിയ വിജയത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ചു ജപിക്കാം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിനും നേട്ടത്തിനും നിരാശയുള്ള മനസ്സ് ആവരുത് നമ്മുടെ മൂലധനം. കയ്യിൽ ഒന്നും ഇല്ല, ബാങ്കിൽ പണം ഇല്ല, ലോൺ, ജീവിത ചിലവുകൾ എന്നിങ്ങനെയുള്ള നിരാശകൾ ഒരാളെ ഒരിക്കലും ആഗ്രഹിച്ച നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുകയില്ല. പക്ഷേ ഒന്നും ഇല്ലാത്തവന്റെ മനസ്സിൽ ഞാൻ നേടുമെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ അയാളെ തോൽപ്പിക്കുകയില്ല. അവൻ തീർച്ചയായും ഒരിക്കൽ വിജയം നേടിയിരിക്കും. വീട്ടിൽ ഒരു മണ്ണെണ്ണ വിളക്കില്ലാത്തതിനാൽ പഠിക്കുവാൻ വഴിവിളക്കിന്റെ വെട്ടം ആശ്രയിച്ചു ലോകത്തിന്റെ നെറുകയിൽ എത്തിയ മഹാന്മാരെ നമുക്ക് അറിയാം. തന്റെ വീട്ടിൽ ഒന്നും ഇല്ലെങ്കിലും തന്റെ ലക്ഷ്യം താൻ സാധിച്ചിരിക്കുമെന്ന ഉറച്ച വിശ്വാസം ആയിരുന്നു അവരുടെ മൂലധനം. അവരുടെ ഈ ചിന്തകൾ നടത്തിക്കൊടുക്കാൻ ഉബോധമനസ്സു എപ്പോഴും ശ്രമിച്ചു. പഠിക്കുക, മനസ്സിലാക്കുക, വിജയിക്കുകയെന്ന മന്ത്രം ഉബോധമനസ് അവരെ ഊണിലും ഉറക്കത്തിലും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു നെഗറ്റീവ് ചിന്തകളും ജീവിതത്തിന്റെ ഓരോ വർഷങ്ങളിലും അവരെ കീഴ്പ്പെടുത്തിയില്ല. നിങ്ങൾക്കും കഴിയും, നിങ്ങളുടെ കഴിവുകൾ എന്തായാലും അതിൽ നിങ്ങൾ നേടിയിരിക്കും. ഈ ഉറച്ച വിശ്വാസത്തോട് നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഏതൊരു സ്വിച്ച് വേർഡും നിങ്ങൾക്ക് ജപിക്കാം. സ്വിച്ച് വേർഡുകൾ ജപിക്കേണ്ട രീതി മുൻപ് ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങളിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എങ്ങനെ ജപിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ സുഹൃത്തുക്കൾ അതുകൂടെ മനസ്സിലാക്കി ജപിച്ചാൽ വളരെ വേഗത്തിൽ ഫലം ഉണ്ടാകുന്നതാണ്. പ്രിയ സുഹൃത്തെ, മനസ്സിലാക്കുക, വിശ്വസിക്കുക, ജപിക്കുക, നേടുക. താങ്കൾക്ക് ഇനിയും ജീവിതത്തിൽ ഈ ചാനൽ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറന്നുപോകരുത്. മറ്റൊരു വിഷയവും പരിഹാരവുമായി നമുക്ക് വീണ്ടും കാണാം.